നന്നായിട്ടുണ്ട്, നല്ല സ്വാദുണ്ട്. രാമേട്ടൻ നല്ല സ്വാദുണ്ട് പറഞ്ഞിട്ടുണ്ട്. കഴിക്കാൻ പോവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൺ റൂഫ്. ഞാൻ അബു. അപ്പോൾ നമ്മളിന്ന് KFC സ്മോക്കി ഗ്രിൽഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രില്ലിന് ആവശ്യമുള്ള തീക്കനൽ റെഡിയാക്കാം. നമ്മൾ കുറച്ച് കരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കർപ്പൂരമുണ്ട് പെട്ടെന്ന് കത്തി പിടിക്കാൻ വേണ്ടിയിട്ട്. കർപ്പൂരം ഇട്ടിട്ട് നമുക്ക് തീ പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രില്ലിന് ആവശ്യമായ തീക്കനൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മസാല പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായ ചില്ലി ഫ്ലേക്സ് നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പോകണം. ഇത് നമ്മുടെ പപ്പടക്കോലാണ്. ഈ പപ്പടക്കോലിൽ നമ്മുടെ ഉണക്കമുളകിനെ ഇങ്ങനെ കയറ്റിയിട്ട് തീയിൽ ചുട്ടെടുത്തിട്ട് നമ്മൾ അതിനെ ക്രഷ് ചെയ്ത് ഫ്ലേക്സ്, ചില്ലി ഫ്ലേക്സ് ആക്കാൻ പോകണം. അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് ഇത് മതിയാവും. അപ്പോൾ നമുക്ക് ഉണക്കമുളക് ചൂടാക്കി എടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മുളക് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ക്രഷ് ചെയ്ത് മസാല പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ചുട്ടെടുത്ത മുളക് നമുക്ക് നെട്ടിയൊക്കെ കളഞ്ഞിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്രഷറിൽ ഇട്ടിട്ട് നമുക്ക് കുത്തിയെടുത്ത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനിൽ വരയൊക്കെ ഇട്ട് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ചിക്കനിൽ വരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. ആദ്യം എണ്ണ വേണം. ഇതൊരു 3 ടീസ്പൂൺ എണ്ണ ഉണ്ടാവും. എണ്ണയിൽ ഗാർലിക് പൊടി അതൊരു 2 ടേബിൾ സ്പൂണ്. ഗാർലിക് പൗഡറാണ് കേട്ടോ. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് 2 ടേബിൾ സ്പൂണ്. കാശ്മീരി ചില്ലി പൗഡർ അതൊരു 2 ടേബിൾ സ്പൂണ്. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നല്ല എരിവിനായിട്ട് കുരുമുളക് ഒരു 1.5 ടീസ്പൂണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മസാലയായിട്ട് പെരി പെരി മസാല ഉണ്ട്. സോ ഈ പെരി പെരി മസാല നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണെങ്കിലും ഇടണം. അതൊരു 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ നമുക്ക് മസാല നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ മസാല ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിൽ നമ്മൾ പൊടിച്ച് വെച്ച ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് വിട്ട് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ആവശ്യമുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല നേരെ ചിക്കനിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ആ മസാല എടുത്തിട്ട് നേരെ ചിക്കനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വരഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നന്നായി ചിക്കനിൽ അപ്ലൈ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ എടുത്ത് വെച്ചാൽ നമ്മുടെ മസാല നന്നായി സെറ്റായി പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഗ്രിൽ സെറ്റ് റെഡി. അടുത്തത് നേരെ മസാല പുരട്ടി വെച്ച ചിക്കനെ ഗ്രില്ലിൽ വെച്ച് ടൈറ്റ് ചെയ്യാം. നമുക്ക് ഗ്രില്ല് സെറ്റ് റെഡിയാണ്. ഇനി നമ്മളിത് കമ്പിയിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ വാർക്ക് പണിക്കൊക്കെ എടുക്കുന്ന ഈ കെട്ട് കമ്പി ഉണ്ടല്ലോ, ആ കെട്ട് കമ്പി വെച്ചിട്ട് ആണ് ഇതിനെ ടൈറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ മസാല പുരട്ടി വെച്ച ചിക്കൻ നമ്മളെ എടുത്ത് അടുപ്പിൽ കൊണ്ടുപോയി വെച്ച് ഗ്രില്ല് നമുക്ക് സെറ്റപ്പ് ആക്കാം. വാ.
അപ്പോൾ നമ്മുടെ KFC സ്മോക്കി ഗ്രിൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളതിൽ ലെമൺ ആഡ് ചെയ്തിട്ടില്ല, അവസാനം ആഡ് ചെയ്യാമെന്ന് വെച്ച് നമ്മൾ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ 2-3 ലെമൺ ഉണ്ട്, നമുക്കത് ആഡ് ചെയ്തിട്ട് വേഗം നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമുക്കിതിനെ മറിച്ചിട്ടിട്ട് അങ്ങാ ഭാഗത്തും ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ലെമണിൽ നല്ല ചാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ലെമൺ ഉണ്ടെങ്കിൽ ഫുൾ ഗ്രില്ലിന് ആവശ്യമുള്ളതായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മസാല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ അവസാനം ചെയ്യാമെന്ന് വെച്ചിട്ടാണ്, അപ്പോൾ നാരങ്ങൻ്റെ ഫ്ലേവർ ഹെവിയായി കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിതെടുത്ത് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ KFC സ്മോക്കി ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്ത് സെർവ് ചെയ്യാം. കമോൺ. വാവ്, സൂപ്പറായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. പറയുന്ന പോലെ തന്നെ KFC സ്മോക്കിയാണ്. വാ, നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം സൂപ്പറായിട്ട്. അപ്പോൾ നമ്മൾ കെട്ടിവെച്ച ഈ കമ്പികളൊക്കെ ഒന്ന് അഴിച്ചിട്ട് വേണം ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മുടെ KFC സ്മോക്കി ഗ്രില്ല് ഇലയിലേക്ക് സെർവ് ചെയ്ത് നമ്മൾ കഴിക്കാം. കമോൺ. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ഹെവി മണമാണ്, വേറെ ലെവലാണ് സ്മെല്ലൊക്കെ. പറ്റുകയാണെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇത് ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്, അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തൊട്ട് നമ്മുടെ പരിസരത്ത് ഒരാൾ ആട് മേയിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. നമുക്ക് മൂപ്പര് കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മുടെ സ്മോക്കി ഗ്രില്ലിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് മൂപ്പരടുത്ത് ആദ്യം അഭിപ്രായം ചോദിക്കാം. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി കഴിക്കുന്നതായിരിക്കും. കേട്ടോ, ശരി. നമ്മളാൾ രാവിലെ തൊട്ട് ആട് മേയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിസരത്ത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തുടക്കം തൊട്ട് ഇവിടെ പരിസരത്തായിട്ടുണ്ട്. മൂപ്പര് കൊടുക്കുക, ആദ്യം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. കഴിക്കാം, എന്തായാലും കഴിച്ചോളൂ, എടുത്ത് കഴിക്കും. നിങ്ങളുടെ പേരെന്താണ്? രാമൻ. നമ്മുടെ രാമേട്ടനാണ് കേട്ടോ ആദ്യം ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്. കഴിക്കും. ഇഷ്ടപ്പെട്ടോ സാധനം? നന്നായിട്ടുണ്ട്, നല്ല സ്വാദുണ്ട്. നല്ല സ്വാദുണ്ടോ? നല്ല സ്വാദുണ്ട്. ഓക്കെ, കഴിക്കാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ രാമേട്ടൻ നല്ല സ്വാദുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി കഴിച്ചിട്ട് തവിട് പൊടിയാക്കാൻ പോവാണ്. നമുക്ക് കഴിക്കല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ KFC സ്മോക്കി ഗ്രില്ല് റെഡിയായി, ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഓൾറെഡി നമ്മുടെ രാമേട്ടൻ ടേസ്റ്റ് ചെയ്ത് സ്വാദ് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അനിയും പിള്ളേരുണ്ട്, അവരെല്ലാവരും കൂടി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അവർ അഭിപ്രായം പറയും. അപ്പോൾ കഴിക്കില്ലേ? എടുത്തോ കഴിക്കടാ. വേറെ ലെവൽ റെസിപ്പി കേട്ടോ, അടിപൊളിയുണ്ട്, വേറെ ലെവൽ ടേസ്റ്റ്, നല്ല രസമുണ്ട്, സ്പൈസി ആയിട്ടുണ്ട്. നല്ല പിള്ളേർ പറയുന്ന പോലെ കാര്യം കറക്റ്റാണ്. നമ്മുടെ സ്മോക്കി ഗ്രില്ലില്ലേ KFCയിൽ കഴിക്കുന്നത്, അതുപോലെ അതിനേക്കാളും കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുണ്ട്, വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഈസിയാണ്. സോ വീട്ടിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം, വേണമെങ്കിൽ ഇതുപോലെ ഔട്ട്ഡോർ വേണമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൂളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ KFC സ്മോക്കി ഗ്രിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതോടൊപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോണ ബിസിയിലാണ്. ബൈ ബൈ.